യു.എസ്. സൈന്യം അംഗീകരിക്കുന്ന മതങ്ങളുടെ എണ്ണം 180 ആയി കുറച്ചു. യു.എസ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് രാജ്യത്തിന്റെ സൈനിക പുരോഗതിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന മതങ്ങളുടെ എണ്ണം ഔദ്യോഗികമായി കുറച്ചു. സേവനങ്ങൾക്ക് അഫിലിയേഷൻ അവകാശപ്പെടാൻ കഴിയുന്ന 31 വിശ്വാസ കോഡുകൾ ഇപ്പോൾ പട്ടികയിൽ ഉണ്ട്. യു.എസ്. മിലിറ്ററി ചാപ്ലൈന് കോർപ്സ് മുമ്പ് 211 മതസംവിധാനങ്ങളെ അംഗീകരിച്ചിരുന്നു. മുൻ സംവിധാനം ബലൂൺ ആയിരുന്നുവെന്നും അത് പ്രായോഗികമല്ലെന്നും ഉപയോഗശൂന്യമാണെന്നും പല കോഡുകളും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്നും ബഹുഭൂരിപക്ഷം സൈനികരും വെറും അവിശ്വാസ കോഡുകളിൽ മാത്രം ഒതുങ്ങുന്നവരാണെന്നും ഹെഗ്സെത്ത് പറഞ്ഞു. പുതുക്കിയ പട്ടികയിൽ അഗ്നോസ്റ്റിക്, ബഹായ്, ബുദ്ധമതം, ഹിന്ദുമതം, യഹൂദമതം, സിഖ്, ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ്സ്, നോ റിലിജിയൻ, മറ്റ് മതങ്ങൾ എന്നിവ ഉൾപ്പെടെ 21 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി. നിരീശ്വരവാദം, പുറജാതീയത, മാനവിക തുടങ്ങിയ വ്യവസ്ഥകളെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. യു.എസ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് രാജ്യത്തിന്റെ സൈനിക പുരോഗതിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന മതങ്ങളുടെ എണ്ണം ഔദ്യോഗികമായി കുറച്ചു. സേവനങ്ങൾക്ക് അഫിലിയേഷൻ അവകാശപ്പെടാൻ കഴിയുന്ന 31 വിശ്വാസ കോഡുകൾ ഇപ്പോൾ പട്ടികയിൽ ഉണ്ട്. യു.എസ്. മിലിറ്ററി ചാപ്ലൈന് കോർപ്സ് മുമ്പ് 211 മതസംവിധാനങ്ങളെ അംഗീകരിച്ചിരുന്നു. മുൻ സംവിധാനം ബലൂൺ ആയിരുന്നുവെന്നും അത് പ്രായോഗികമല്ലെന്നും ഉപയോഗശൂന്യമാണെന്നും പല കോഡുകളും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്നും ബഹുഭൂരിപക്ഷം സൈനികരും വെറും അവിശ്വാസ കോഡുകളിൽ മാത്രം ഒതുങ്ങുന്നവരാണെന്നും ഹെഗ്സെത്ത് പറഞ്ഞു. പുതുക്കിയ പട്ടികയിൽ അഗ്നോസ്റ്റിക്, ബഹായ്, ബുദ്ധമതം, ഹിന്ദുമതം, യഹൂദമതം, സിഖ്, ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ്സ്, നോ റിലിജിയൻ, മറ്റ് മതങ്ങൾ എന്നിവ ഉൾപ്പെടെ 21 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി. നിരീശ്വരവാദം, പുറജാതീയത, മാനവിക തുടങ്ങിയ വ്യവസ്ഥകളെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്.